Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷവോമിയുടെ ഒരു പുതിയ ഫോൺ, ഒരു സീരീസ് ഫോണുകൾ, അതിൽ തന്നെ ടോപ്പ് വേരിയന്റ് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിനെ അടക്കം കവച്ച് വെച്ചു എന്ന തരത്തിലുള്ള കമന്റുകൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത്രയും ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഈ ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഈ ഒരു ലോഞ്ച്? MI 11 സീരീസ്, 11X, 11X Pro, 11 Ultra, ഇതൊക്കെയാണ് ഇതിന്റെ പേര്. എന്തായാലും ഈ അൾട്രയാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. ഭയങ്കര സംഭവമാണ്. 120X സൂം ഒക്കെ ആയിട്ട് ടെലിഫോട്ടോ ലെൻസ് 48 മെഗാ പിക്സലിന്റെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹൈ എൻഡ് സെറ്റപ്പ്. എന്തായാലും ഇത്രയും ഒരു ബിൽഡപ്പ് ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ട് ആക്ച്വലി ഈ ഒരു ഫോൺ? നമുക്ക് റിയൽ വേൾഡിലെ കാര്യങ്ങൾ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് വിലയിരുത്തിയാലോ. നേരെ വിട്ടു. ഹായ്, അപ്പോ ആദ്യം നമുക്ക് MI 11 അൾട്രയുടെ കാര്യം തന്നെ ചുരുക്കി ഒന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു ഫോൺ? MI 11 അൾട്ര ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ച് വരുന്ന ഒരു 2K ഡിസ്പ്ലേ, ക്വാഡ് HD, അതായത് 2K ഡിസ്പ്ലേ ആണ് ഇരിക്കുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ സെക്ഷനിൽ ഒന്നും പറയാനില്ല. നല്ല കിഡിലൻ ഡിസ്പ്ലേ, 120 Hz റീഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വിശേഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത്രയും കാര്യങ്ങൾ ഈ ഡിസ്പ്ലേയുടെ ഭാഗത്ത് പറയുന്ന ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ആണ്. എന്തായാലും ഹൈ എൻഡ് സെറ്റപ്പ് തന്നെ. ആ ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും പറയാനില്ല. ഗൊറില്ല ഗ്ലാസ് വിക്ടസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ആയ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിലാണെങ്കിൽ ക്യാമറ മോഡ്യൂളിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ വേറെയും കാണാം, ഒരു സെക്കൻഡറി ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഈ മെയിൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൽഫി എടുക്കണമെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയും യൂസ് ചെയ്യാം. നല്ല കിടിലൻ സെറ്റപ്പ് അല്ലേ? ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഗതി കൊള്ളാം. എന്തായാലും ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ ഡിസ്പ്ലേയും ഡിസൈനും ഒക്കെ കൊടുത്തിരിക്കുന്നത്. സംഗതി എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഈ റിയർ സൈഡിൽ ഇത്രയും വലിയൊരു ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ കട്ടിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, സംഗതി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ ടോപ്പ് നോച്ച് ക്വാളിറ്റി തന്നെയാണ്. പെർഫോമൻസിലേക്ക് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 888, LPDDR5, UFS 3.1, 2 ഇല്ല 1, ബട്ട് എങ്കിൽ പോലും അതും ഒരു ഫ്ലാഗ്ഷിപ്പ് സെറ്റപ്പാണ്. 12 GB റാമും 256 GB സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസിലേക്ക് നോക്കിയാലും പ്രത്യേകിച്ച് ഒരു പരാതിയും പറയാനില്ല. അതും ഹൈ എൻഡ് സെറ്റപ്പ് തന്നെ. സോ വൺപ്ലസിന്റെ ഫോണുകളും ഓപ്പോയുടെ ഫോണുകളും സാംസങ്ങിന്റെ ഫോണുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ്. സോ ഇവിടെ ഇപ്പോൾ ഇത് ഇത്രയും വലിയൊരു വ്യത്യസ്തമായ ഒരു പവർഫുൾ ഫോൺ എന്ന് പറയുന്നതിന്റെ കാര്യം എന്തുവാ? ഇതിന്റെ ക്യാമറയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ക്യാമറ, മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാ പിക്സലാണ്. 48 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അത് 120X വരെ സൂം ചെയ്യാൻ കഴിയുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. സോ കുറെ കൂടി ബെറ്റർ ആയ, മറ്റ് പല സൂമിംഗ് ക്യാമറകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഒരു ക്യാമറയിൽ കിട്ടിയേക്കാം. എൻ്റെ കയ്യിൽ ഫോണില്ല, ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് വൈസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കുക. ഈ 120X സൂം തീർച്ചയായിട്ടും നല്ലൊരു അഡ്വാൻസ്ഡ് ആയ സംഗതി തന്നെയാണ്. ബട്ട് ഇതിനു വേണ്ടി നിങ്ങളൊരു ഫോൺ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണ് സൂം ചെയ്തിട്ട് എടുക്കാനുള്ളതെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ എത്ര കണ്ട് ഫോട്ടോ നിങ്ങൾ ഈ സൂം ചെയ്ത് എടുക്കും എന്നുള്ളതും ആലോചിക്കുക. പലരും പല ബ്രാൻഡുകളും മൂൺ ഷോട്ട് എടുക്കുന്നത് കാണാറുണ്ട്. ഇതിന് പറ്റിയതാണ്, മൂണിന്റെ ഇമേജ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. എത്ര ഇമേജ് എടുക്കും നമ്മൾ മൂണിന്റെ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ഹൈലി അഡ്വാൻസ്ഡ് ആയ ഒരു നല്ല ഫീച്ചറാണ്. 48 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ 120X സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പ്. ഓക്കെ, ഇനി അടുത്തൊരു ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ കൂടിയുണ്ട്. അതും സെയിം 48 മെഗാ പിക്സൽ തന്നെയാണ്. ഇനി ഇതിന്റെ ഷൂട്ടിംഗ് കേപ്പബിലിറ്റി നോക്കിയാലോ, 8K 24 ഫ്രെയിം പെർ സെക്കൻഡ് ഒരു നല്ല കാര്യമാണ്. ഒരു ഹൈ ലെവൽ ക്വാളിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം. 4K ആണെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാം. ഫുൾ HDയിൽ നമുക്ക് നോർമലി 30, 60, 120, 120 അല്ലെങ്കിൽ 240, 480, 920, 1920 വരെ സ്ലോ മോഷൻ, 1920 FPS വരെ സ്ലോ മോഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്തായാലും ഇങ്ങനെ മാക്സിമം ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ കാര്യം, മിക്കവാറും ഈ സാംസങ് ഒക്കെ 30,000 തൊട്ട് തന്നെ പല ഫോണുകളിലും കൊടുത്തു വരുന്ന ഒരു സംഗതിയാണ് ഫ്രണ്ടിൽ ഒരു 4K സെറ്റപ്പ്. ഈ ഫോണിൽ 70,000 രൂപയുടെ ഫോണാണിത്. ഈ 8K 24, 8K വരെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ഫോൺ, അതും ഫ്ലാഗ്ഷിപ്പ് 70,000 രൂപയുടെ ഫോണിൽ പോലും ഇവര് ഫ്രണ്ടിൽ ഒരു 4K വെച്ചിട്ടുള്ള 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ടില്ല, ഫുൾ HD മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ ഒരു കാര്യം ഞാൻ പല വീഡിയോകളിൽ പല ബ്രാൻഡുകളുടെ ഫോണുകൾ കാണുമ്പോൾ മിഡ് റേഞ്ചിലായാലും നമുക്ക് ഫ്രണ്ടിൽ ഒരു 4K സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു സ്റ്റേബിളൈറ്റർ അടുത്ത് വെച്ചിട്ടെങ്കിലും 4K ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഒരു നല്ല അഡ്വാൻസ്ഡ് ആയ ഒരു കാര്യമാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇറക്കിയിട്ട് അതിൽ അത് വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി ആ ഒരു കാര്യം. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെന്ന് പരിഗണിച്ചിട്ടാണോ പറയുന്നത്, അല്ലാതെ അത് ഇല്ലാത്തൊരു കുറ്റമായിട്ട് പറയല്ല. സോ എങ്ങനെയായാലും ഒരു നല്ല കിടിലൻ സെറ്റപ്പിൽ തന്നെയാണ് ഇതിന്റെ ക്യാമറയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക.
5000 mAh ബാറ്ററിയാണ്, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഒരു ഡീസന്റ് ആയ ബാറ്ററി സെറ്റപ്പും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 GB റാം 256 GB സ്റ്റോറേജ് ആണ്. 70,000 രൂപയാണ് പ്രൈസ്. ഇപ്പോഴേക്ക് അവൈലബിൾ അല്ല, വരും ദിവസങ്ങളിൽ അതിന്റെ സെയിൽ ആരംഭിക്കും. ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഓവറോൾ ഈ രീതിയിലാണ് ഈ പറയുന്ന അൾട്രാ വെർഷൻ ഇറങ്ങിയിരിക്കുന്നത്. ക്യാമറയാണ് ഇതിൽ ഇത്തിരി വ്യത്യസ്തമായ കാര്യമായിട്ട് പറയുന്നത്. അതും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാത്രം, കാരണം ഈ ഒരു സൂമിംഗ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം വരുമെന്ന് ആലോചിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് ഈ അൾട്രയെ കുറിച്ച് പറയാനുള്ളത്. ഇനി 2 മോഡലുകൾ കൂടി വേറെയുണ്ട്. 11X Pro ഉണ്ട്, 11X ഉണ്ട്. ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ചുരുക്കി ഒന്ന് പറയാം. 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ അതിലും വരുന്നുണ്ട്. Quad HD 2K കർവ്ഡ് അങ്ങനെയുള്ള സംഗതികളൊന്നും ഇവിടെ ഇല്ല. സ്നാപ്ഡ്രാഗൺ 888 SoC, 8 GB റാം 128 GB സ്റ്റോറേജ് ഉണ്ട്. സ്റ്റോറേജ് 256 GB വേരിയന്റും വരുന്നുണ്ട്. 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു 5 മെഗാ പിക്സൽ ക്യാമറ, ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ 8K ഷൂട്ടിംഗ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, 4520 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 888, 8 GB റാം 128 GB സ്റ്റോറേജിന് 40,000 രൂപ. ഇതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതി പറയാനില്ല. ഈ 108 മെഗാ പിക്സൽ എന്നൊക്കെ പറയുന്നത് 20,000 രൂപ വരെ റെഡ്മി തരുന്നുണ്ട്. സോ അത് 108 എന്നുള്ളതൊരു വലിയ ഘടകമായിട്ട് പറഞ്ഞില്ലെങ്കിലും 40,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ളതാണ് ഈ ഒരു ഫോണിൽ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷേ 888 സ്നാപ്ഡ്രാഗൺ 888 അല്ലെങ്കിൽ 888 എന്ന് പറയുന്ന ഈ പ്രോസസറിൽ 108 മെഗാ പിക്സൽ ക്യാമറ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റി കിട്ടിയേക്കാം. എന്തായാലും ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ പ്രൈസിന് ഈ ഒരു പ്രോസസർ, ക്യാമറ ഓവറോൾ കുഴപ്പമില്ല. വലിയ ഇംപ്രസീവ് ആയിട്ടുള്ള വലിയൊരു അത്ഭുതം ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ ധാരാളം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്നുണ്ട്. ബട്ട് OnePlus 9 ആറുമായിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ 108 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 ഉണ്ട്. 9R നമുക്ക് 870 അതേപോലെ തന്നെ 48 മെഗാ പിക്സൽ ക്യാമറയും ഒക്കെ വരുന്നുള്ളൂ. സോ അതിനേക്കാൾ എന്തായാലും ബെറ്റർ ആണെന്ന് പറയാം. സോ കുറച്ച് ബെറ്റർ ആയ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു MI 11X Pro എന്ന് പറയാം. 8 GB റാം 256 GB സ്റ്റോറേജ് എന്ന ഒരു വേരിയന്റ് കൂടി വേറെയുണ്ട്. ഇനി രണ്ടാമത്തെ 11Xലേക്ക് വന്നു കഴിഞ്ഞാൽ 6.6 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, പ്രോസസർ സ്നാപ്ഡ്രാഗൺ 870 ആണ്. 40,000 രൂപയുടെ ഫോണിൽ 888 ആയിരുന്നു. ഇത് 30,000 രൂപയുടെ ഫോണാണ്. ഇതിൽ 870 ആണ് വെച്ചിരിക്കുന്നത്. 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ്, 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, അതേപോലെ തന്നെ 4520 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് വരുന്നത്. ബേസ് വേരിയന്റ് 6 GB റാം 128 GB സ്റ്റോറേജ് ആണ്, 30,000 രൂപ. 8 GB റാം 128 GB സ്റ്റോറേജ് ആണ്, 32,000 രൂപ. സോ ഇവിടെ റിയൽമി X7 Pro പോലുള്ള ഫോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആണ് ഇതെന്ന് പറയാം. സ്നാപ്ഡ്രാഗൺ 870 ആണ്, ക്വാൾകോം പ്രോസസർ ആണ്. നമുക്ക് S7 Proയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ Dimensity 1000+ ആണ്. സോ മീഡിയടെക്കിനേക്കാൾ കുറച്ച് ഒരുപാട് പേർക്കും ക്വാൾകോം പ്രോസസർ ഇഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും വർത്തായ ഒരു സെറ്റപ്പ് തന്നെയാണ്. എങ്കിലും അവിടെ വേറെ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ ഭയങ്കര ഒരു വ്യത്യസ്തമായ സംഗതി എന്നൊന്നും പറയാനില്ല. ഓവറോൾ ഇതാണ് ഈ ഒരു പ്രൈസിന് ഷവോമി ഓഫർ ചെയ്യുന്നത്. സോ ഈ 3 ഫോണുകൾ നോക്കിയാലും ആ ഒരു സെഗ്മെന്റിൽ ബെസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഏത് മോഡൽ എടുക്കാൻ പോവാണെങ്കിലും അതെടുത്താൽ ആ സെഗ്മെന്റിൽ മോശമായി പോകും അല്ലെങ്കിൽ അബദ്ധമായി പോകും എന്നുള്ളൊരു അവസ്ഥയില്ല. എല്ലാം തന്നെയും നല്ല ഓപ്ഷനുകളാണ്. ബട്ട് ഈ പറഞ്ഞ അൾട്രാ വേരിയന്റിൽ, കൂടിയ വേരിയന്റിൽ 70,000 രൂപയുടെ വേരിയന്റിൽ ഫ്രണ്ടിൽ ഒരു 4K കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് അങ്ങ് കൊടുക്കായിരുന്നല്ലേ, ഫുൾ തംസപ്പ്. ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ സ്പെസിഫിക്കേഷൻസ് കാണുമ്പോൾ. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.